ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ ഒരു ശക്തമായ ദൂത് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും അതിൻ്റെ ഗൗരവം ദൈവസഭ മനസ്സിലാക്കിയിട്ടില്ല. ദൈവസഭ മാത്രമല്ല, സഭയിൽ ദൈവമാക്കി വെച്ച കർത്തൃദാസന്മാർ പോലും പലപ്പോഴും ആ ദൂതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ പൗലോസ് പറയുന്ന ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ച്, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ആരോടാ ഇത് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ള സഭയോട് ഇത് പറയുക. പൗലോസിന് തെസ്സലോനിക്കയിലുള്ള സഭയുടെ പ്രാർത്ഥന ആവശ്യമാണോ? ഇതന്നെ ഇവര് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മിനിസ്ട്രി മുന്നോട്ട് പോകാൻ സാധ്യമല്ലേ? ഈ ഒരു ചിന്തയാണ് എന്നെ ചില നാളുകളായി അലട്ടുവാൻ തുടങ്ങിയത്. അതിനകത്തു നിന്നാണ് വാസ്തവത്തിൽ ഈ സ്റ്റഡി ഫോംഡ് ആകുന്നത്. ദൈവന്റെ ഹൃദയത്തോട് ഇടപെട്ട ദൂതിതാണ് ദൈവമക്കളെ. ക്രിസ്ത്യൻ ലീഡേഴ്സിന് പ്രാർത്ഥന ആവശ്യമാണ്. ആവശ്യം എന്ന വാക്ക് നെസസിറ്റി എന്ന വാക്കിനേക്കാൾ ആബ്സല്യൂട്ട്ലി നെസസറി. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ കേവലം പാസ്റ്റർ മാത്രമല്ല, ലോക്കൽ സഭയോടുള്ള ബന്ധത്തിൽ സഭയിലെ പ്രധാനപ്പെട്ട ഒരു ലീഡർ ആ ലോക്കൽ പാസ്റ്ററാണ്. എന്നാൽ ഇപ്പം നമ്മുടെ സംഘടനയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ലീഡർഷിപ്പിനെ ഒന്ന് ശ്രദ്ധിച്ചേ. ഏറ്റവും മുകളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. നമ്മുടെ സൂപ്രണ്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ഭാഗമാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. പിന്നെ മേഖലകളായി തിരിച്ചിട്ടുണ്ട്. മേഖല ഡയറക്ടേഴ്സ് ഉണ്ട്. ഓരോ മേഖലയുടെയും കീഴിൽ വ്യത്യസ്തമായ സെക്ഷനുകളുണ്ട്. ഓരോ സെക്ഷന്റെയും ചുമതല ഒരു സെൻട്രൽ പാസ്റ്ററുടെ, ഒരു പ്രസ്ബിറ്ററിന്റെയാ. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കോഴഞ്ചേരി സെക്ഷനില് ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ട്. ആ സെക്ഷനിൽ ആ സെക്ഷന്റെ ചുമതല വഹിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. സി, ലീഡർഷിപ്പിന് ഒരുപാട് ലെവലുകളുണ്ട്. എന്നിട്ട് നമ്മൾ നിൽക്കുന്ന ഇപ്പൊ നമ്മുടെ കടപ്പുറ AG സഭ, ഒരു പാസ്റ്ററുണ്ട്. അതൊരു ലീഡർഷിപ്പിലെ ഒരു പൊസിഷനാണ്. പക്ഷെ ഇവിടെ പോലും സൺഡേ സ്കൂൾ, CA, WMC പുത്രിക സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുണ്ട്. സി, ഡിഫറെന്റ് ലെവൽസ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ലോക്കൽ സഭയോടുള്ള ബന്ധത്തിൽ പാസ്റ്ററും പുത്രിക സംഘടനയുടെ പ്രധാനപ്പെട്ട പുത്രിക സംഘടനയെ നടത്തുന്നവര്, അല്ലെങ്കിൽ ഒരു സഭയോടുള്ള ബന്ധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മനിയോഗമുള്ള കമ്മിറ്റി മെമ്പേഴ്സ്, ഇതെല്ലാം ലീഡർഷിപ്പിന്റെ വ്യത്യസ്ത ലെവലുകളാണ്. ഇവർക്കെല്ലാം പ്രാർത്ഥന ആവശ്യമാണ്. ആ ദൂതാണ് വാസ്തവത്തിൽ വേദപുസ്തകം നമ്മൾക്ക് തരുന്നത്. എന്നാൽ നമ്മൾക്ക് പലപ്പോഴും ഒരു ലോക്കൽ പാസ്റ്ററുമായിട്ടാണ് കൂടുതൽ നമ്മൾ കാണുന്നതും ലീഡർഷിപ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്നതും ഒരു ലോക്കൽ പാസ്റ്ററോടുള്ള ബന്ധത്തിലായതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ ആ നിലയിൽ പാസ്റ്ററോടുള്ള ബന്ധത്തിലാണ് എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ദൈവവചനം അറിയാമെന്ന നിങ്ങൾ പാസ്റ്ററോടുള്ള ബന്ധത്തിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വ്യത്യസ്ത ലീഡർഷിപ്പിന്റെ ലെവലുകളുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങൾ എത്ര ചെറിയ ആളാണെങ്കിലും രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവസഭയിലെ ഒരു അംഗമാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒരു മനുഷ്യന്റെ ശുശ്രൂഷയിൽ ഗണ്യമായ നിലയിൽ മാറ്റുവാൻ കഴിയുമെന്നുള്ള ശക്തമേറിയ ഒരു ദൂതാണ് വേദപുസ്തകത്തിന് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കേരളത്തിലുള്ള ദൈവസഭയ്ക്ക്, വിശേഷാൽ കേരളത്തിൽ, ഇന്ത്യയിലുള്ള സഭ, മറ്റ് പലയിടങ്ങളിലുള്ള സഭ, അല്ലെങ്കിൽ ആഗോള വ്യാപകമായി കിടക്കുന്ന ദൈവത്തിന്റെ സഭ, അതിൽ കേരളത്തിലെ വിങ്ങിന് ഈ സത്യം മനസ്സിലായിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ലീഡർഷിപ്പിന് ഈ കാര്യം മനസ്സിലായിട്ടില്ല. ലീഡർഷിപ്പാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സഭയെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ വാസ്തവത്തിൽ പല പാസ്റ്റേഴ്സിനും ലീഡേഴ്സിനും ഇങ്ങനെ സഭ പ്രാർത്ഥിച്ചാൽ അവരുടെ മിനിസ്ട്രിക്കൊക്കെ സാരമായ മാറ്റം വരുമെന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്നുള്ള കാര്യം
പല ലീഡേഴ്സിനും അറിയില്ല. അത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയില്ല. ചുരുക്കം ചിലർക്കറിയാം. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയും അറിയാൻ വയ്യാത്ത ആളുകളെ നമ്മൾ ഒരു നിലയിലും താഴ്ത്തിക്കെട്ടേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടിയൂടെയാണ് ഈ ക്ലാസ്സുകൾ. അവരെ ഓർത്ത് ദൈവജനം പ്രാർത്ഥിക്കാൻ അവരെ ഉത്സാഹിപ്പിക്കുന്ന ക്ലാസ്സുകളാണിത്. പ്രൈസ് ദി ലോർഡ്. ചർച്ച് ഇതറിയണം. ഇതൊരു ബൈബിൾ കൺസെപ്റ്റാണ്. ലീഡർഷിപ്പ് ഏത് ലെവലിലാണെങ്കിലും പ്രാർത്ഥന ലീഡേഴ്സിന് ആവശ്യമാണ്. സഭയതറിയണം, ലീഡേഴ്സ് അതറിയണം. ഇനി നിങ്ങൾ പൗലോസിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നോക്കുക. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് പറയുന്ന അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആണ്. ആരായി പൗലോസ്? നിങ്ങൾ പൗലോസിന്റെ ക്വാളിഫിക്കേഷൻ നോക്കി. ശക്തനായ അപ്പോസ്തോലൻ, അഭിഷക്തനായ ഒരു പ്രസംഗി, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ, യേശുക്രിസ്തുവിനെ കണ്ടവൻ, 14 ലേഖനങ്ങൾ എഴുതിയ ലേഖനങ്ങൾ മുഴുവനും ബെസ്റ്റ് സെല്ലേഴ്സായി. അങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരാള് ഒരു സാധാരണക്കാരനെ പോലൊരു സഭയോട് പറയാ, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താ പൗലോസിൻ്റെ മിനിസ്ട്രി? ഇവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പൗലോസ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനല്ലേ? ഞാൻ വേദപുസ്തകത്തിന് തെളിവുകൾ തരാം. പൗലോസിന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം പൗലോസിനുണ്ടായിരുന്നു. തൻ്റെ മിനിസ്ട്രിയുടെ ആരംഭം എന്നതിനേക്കാൾ കൺവേർഷൻ്റെ ടൈമിൽ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 11 മുതലുള്ള വാക്യത്തിൽ താന് 3 ദിവസം, നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ആ പ്രഭയുടെ മുൻപിൽ തനിക്ക് കണ്ണ് കാണാൻ കഴിയാതെ ആയിപ്പോയി. 3 ദിവസം താന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. മനുഷ്യൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഒരു ദർശനത്തിൽ കാണുകയാണ്. അനന്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ മേൽ വന്ന് തന്നോട് ആലോചന പറയുന്നതും കൈയൊക്കെ വെക്കുന്നതും ഒക്കെ താൻ കാണുകയാണ്. അപ്പോൾ താൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. 13-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 13-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യോക്യ സഭയിലെ മറ്റംഗങ്ങളോടൊപ്പം പൗലോസും ഉപവസിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന സമയത്താണ് 1-ാം മിഷണറി യാത്രയിലേക്കൊക്കെ പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനെയും ബർന്നബാസിനെയും നിയോഗിക്കുന്നത്. താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു, ഉപവസിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോസ്തലപ്രവൃത്തി 14-ന്റെ 23-ൽ അവർ സ്ഥാപിച്ച സഭകളിൽ പൗലോസും ബർന്നബാസും പ്രാർത്ഥിച്ച് മൂപ്പന്മാരെ നിയോഗിച്ചു. പൗലോസിന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അല്ലാതെ ഇക്കാലത്തിൽ നമ്മൾ കേൾക്കുന്നത് പോലെ പ്രാർത്ഥിക്കാത്ത ഒരുത്തൻ വന്ന് പറയാ പ്രാർത്ഥിച്ചോണേ എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് അല്ല പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. താൻ പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷക്തനാണ്. എന്നിട്ട് പോലും താൻ തെസ്സലോനിക്കക്കാരോട് റിക്വസ്റ്റ് ചെയ്യാണ്, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ, ഇന്ന് ഞാൻ ഈ വിഷയം ഒന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ആ 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിക്കണമേ. അവ ഇവർക്ക് പ്രാർത്ഥിക്കാനുള്ള വലിയ വാഞ്ചയുള്ളവരാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ കണ്ണ് തുറന്നത് പ്രാർത്ഥനാ സ്ഥലമെന്ന് പറഞ്ഞ് പലയിടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇവർ പലപ്പോഴും അത്ഭുതം ചെയ്യാനൊന്നും അല്ല പോയത്. പലയിടങ്ങളിൽ നമ്മളത് കാണുന്നു. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ അപ്പോസ്തലപ്രവൃത്തികളുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ ഇവരെന്താ മുടന്തനെ നടത്താൻ വേണ്ടി പോയതാണോ? എന്തിനു പോയതാ? പ്രാർത്ഥനാ സമയമായതുകൊണ്ട് പോയതാ. അങ്ങനെയാണ് പലയിടങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇത് യൂറോപ്പിൽ നടക്കുന്ന സംഭവമാണ്. അതിന് മുന്നുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ഫിലിപ്പി പട്ടണത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ
പ്രാർത്ഥന സ്ഥലം അന്വേഷിച്ച് പോകുകയാ പൗലോസും ശീലാസും കൂടെ. ആ സ്ഥലം അന്വേഷിച്ചു പോയി. പുഴവക്കത്ത് സഹോദരിമാരവിടെ ഇരിക്കുന്നു. അവരോട് സുവിശേഷം ഷെയർ ചെയ്തു. യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ട് ആകുന്ന ലിബിയ, അല്ലെങ്കിൽ ലിബിയയുടെ ഹൃദയം ദൈവം തുറന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ സമയത്താണ്. ഇവർക്ക് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അഭിഷക്തനാണ്, സഭകൾ സ്ഥാപിക്കുന്നയാളാണ്. പക്ഷെ താന് ക്വാളിറ്റി പ്രയർ ലൈഫിന്റെ ഉടമയായിരുന്നു. അപ്പൊ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചു പോകുന്ന ആ സമയത്താണ് തനിക്ക് ഈ ലുഡിയയുടെ മാനസാന്തരം ഒക്കെ അവിടെ നടക്കുന്നത്. ഇനി 16:16 മോനൊന്ന് വായിക്കാമെങ്കിൽ അവിടെയും ഇതേ പ്രയോഗം കാണും. അത് കേട്ടോ, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ, അല്ല ഭൂതത്തെ പുറത്താക്കാൻ പോയതൊന്നുമല്ല, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ഭൂതത്തെ പുറത്താക്കി. ലക്ഷണം പറയുന്ന ഒരു സഹോദരി പുറകിലൂടെ വന്ന് ഇത് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, രക്ഷാമാർഗം ഇവർ പറഞ്ഞു തരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചു നാൾ ഇതിങ്ങനെ തുടർന്നു. തനിക്ക് ഹൃദയത്തിൽ മുഷിഞ്ഞു തിരിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ആ ദുരാത്മാവിനെ ശാസിച്ച് പുറത്താക്കുന്നു. ആ രംഗം നമുക്കറിയാം. എന്റെ വിഷയം, ഇവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചു പോകുന്ന മൈറ്റി സെർവന്റ് ഓഫ് ഗോഡ്. അപ്പൊ ക്രിസ്ത്യൻ ലീഡേഴ്സിന് പ്രാർത്ഥന വേണം എന്നൊരു തലക്കെട്ട് കൊടുക്കുമ്പോൾ ലീഡർഷിപ്പിന്റെ ഏത് ലെവലിലുള്ളവരും പ്രാർത്ഥിക്കുന്നവരാകണം. അല്ലാതെ അവര് പ്രാർത്ഥിക്കാതെ ഉളപ്പൻ ജീവിതം നയിച്ച് ബാക്കിയുള്ള സഭ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന ആശയമല്ല വേദപുസ്തകം പറയുന്നത്. അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ സൺഡേ സ്കൂളിന്റെ നേതൃത്വം വഹിക്കുന്നവരാകട്ടെ, CAD ആകട്ടെ, WMC ആകട്ടെ, പാസ്റ്റേഴ്സ് ആകട്ടെ, സെൻട്രൽ പാസ്റ്റർ ആകട്ടെ, ആരുമാകട്ടെ, അവർക്ക് വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം കൊണ്ട് മാത്രം ശുശ്രൂഷ ഓടത്തില്ല എന്നൊരു ദൂതൂടെ ഇതിനകത്ത് അന്തർലീനമായി കിടപ്പുണ്ട്. അദ്ദേഹം ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു കർത്തൃഭൃത്യനാണ്. വെളിപ്പാട് കണ്ട് പ്രാർത്ഥിക്കുന്ന, അന്ധകാര ശക്തികളെ പിടിച്ചു കെട്ടി എഫെസോസ് പോലുള്ള പട്ടണത്തിൽ ദൈവസഭ സ്ഥാപിച്ച ഈ ശക്തനായ മനുഷ്യൻ തെസ്സലോനിക്കക്കാരോട് പറയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ അർത്ഥം, എന്റെ പ്രാർത്ഥന കൊണ്ട് പോരാ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഈ ആത്മീക കൈത്താങ്ങൽ എനിക്ക് തരണം. അതിനകത്ത് അന്തർലീനമായി കിടക്കുന്ന ആ ഒരു ധ്വനിയ. ഇത് പലപ്പോഴും നമ്മൾ കാണാതെ പോകുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, നാളുകളിൽ ഉണർത്തിയത് ദൈവസഭകളെ ഈ ഗൗരവമേറിയ വിഷയം അറിയിക്കുവാനാണ്. ഇനി 16-ാം അധ്യായത്തിൽ തന്നെ 25-ാം വാക്യം നിങ്ങൾ നോക്ക്. നമുക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് ആരാധനയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ആ വാക്യം പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അർദ്ധരാത്രിയായപ്പോൾ പൗലോസും ശീലാസും എന്താ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അവരുടെ പതിവാ. രാവിലെ എന്നില്ല, രാത്രി എന്നില്ല, ഓൾവേസ് പ്രേയിങ്. അവർക്ക് ആ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ചില വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോസ്തല പ്രവൃത്തി 20:36, 21:5, 28, 8-ാം വാക്യം. ഇവിടെ എല്ലാം ദൈവാത്മാവ് പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്നത് വളരെ ക്ലിയറായി, സ്പഷ്ടമായി ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പൗലോസ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മാത്രമല്ല, പൗലോസ് ശക്തിയോടെ സഭകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ ചില റെഫറൻസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. താൻ സ്ഥാപിക്കാത്ത സഭകൾക്ക് വേണ്ടി പോലും ഈ ഭക്തൻ പ്രാർത്ഥിച്ചു. തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ വിട്ട് ആ ചർച്ചിനെ കുറിച്ചുള്ള ദർശനത്താൽ നിറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഫസ്റ്റ് ക്ലാസ് ഇന്റർസെസറാണ്, മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാണ്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എൻ്റെ മെയിൻ വിഷയം അതല്ലാത്തത് കൊണ്ട് ആ വാക്യങ്ങളൊന്നും ഞാൻ എക്സ്പോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആ ക്വാളിറ്റി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മാത്രം താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ പൗലോസ് അല്ല റോമൻ സഭ സ്ഥാപിച്ചത്, എങ്കിലും ആ സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് താൻ പ്രാർത്ഥിക്കുന്നു.
എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യവും 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യത്തിലും താൻ സ്ഥാപിച്ച എഫെസോസ് സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 3 മുതൽ 6 വരെ, 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 1:3-4 വാക്യം, 9 മുതൽ 12 വരെയുള്ള വാക്യം. ഈവൻ തെസ്സലോനിക്കക്കാർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 2-3 വാക്യം, 3-ാം അധ്യായം 10-ാം വാക്യം. ഇവിടെയെല്ലാം ഹി വാസ് ആൻ ഇന്റർസെസർ. അപ്പൊ വ്യക്തിപരമായി താൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. തൻ്റെ പ്രാർത്ഥനയുടെ ഒരു സ്വഭാവമാണ് താൻ മധ്യസ്ഥ പ്രാർത്ഥനക്കാരനായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: വ്യക്തിപരമായ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. നമ്മുടെ വിഷയങ്ങളെ വിട്ട് വേറൊരാൾക്ക് വേണ്ടി ദൈവ മുൻപാകെ വന്ന് ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുക. അത് ഗൗരവമുള്ള ഒരു ശുശ്രൂഷയായിട്ട് ദൈവസഭ മനസ്സിലാക്കണം. പൗലോസ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ആ അഭിഷക്തൻ തെസ്സലോനിക്കക്കാർക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അവ താൻ ഇനിയും പ്രാർത്ഥിക്കത്തില്ല, അതിന് പകരമായി ചോദിക്കുന്നതല്ലത്. താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ തൻ്റെ പ്രാർത്ഥന കൊണ്ട് പോരാ, ദൈവസഭയുടെ തൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് താൻ ആവശ്യപ്പെടുകയാണ്. എന്തായിരിക്കും അതിന് കാരണം? വളരെ ഹൈ വോൾട്ടേജ് ആത്മീക യുദ്ധം ചെയ്ത ഒരഭിഷക്തനാണ് പൗലോസ്. അന്ധകാര ശക്തികൾക്ക് വിരോധമായി യുദ്ധം ചെയ്ത മനുഷ്യനാ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഈ സഭ സ്ഥാപിക്കുന്നു എന്ന് പറയുന്നതൊക്കെ ഈസിയാണെന്നാണോ നമ്മൾ ധരിക്കുന്നത്? ഒരിക്കലുമല്ല. യേശുക്രിസ്തുവിന്റെ ആത്മീക ശരീരമാകുന്ന സഭ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അന്ധകാര വ്യാപാരമായി പടവെട്ടി അതിന്മേൽ ആധിപത്യമെടുത്ത ഒരു കർത്തൃഭൃത്യന് മാത്രമേ ആ നിലയിൽ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. കടപ്രയിലും ദൈവസഭ സ്ഥാപിച്ചത് ഈസിയാണെന്നാരും ധരിക്കരുത്. വ്യത്യസ്ത നിലവാരത്തിൽ വിവിധ സമയങ്ങളിൽ ശത്രു മുഴുബലത്തോടെ ഈ സഭയുടെ ആരംഭം മുതൽ തല്ലിക്കെടുത്തുവാനും ചിതറിക്കുവാനും ഒക്കെ ശ്രമിച്ചെങ്കിലും ദൈവത്തിന്റെ മഹാകൃപയാൽ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗത്തിലെ ദൈവം നമ്മെ നിർത്തി അവിടുത്തെ മഹാസ്നേഹത്തിനായി ദൈവത്തിന്റെ ജനം സ്തോത്രം ചെയ്യണം. കണ്ണിൽ കാണുന്ന യുദ്ധമല്ല ആത്മീയ യുദ്ധം. പിശാചിനെ ചിലപ്പോൾ നേരിട്ട് ഒരു രൂപമൊന്നും കണ്ടില്ല എന്ന് വരും. പക്ഷേ എനിക്കും നിങ്ങൾക്കും അറിയാം, ആത്മീക യുദ്ധം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആത്മാവിൽ നടക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ്. കണ്ണിൽ കാണാത്ത ഒരു ദുഷ്ടശക്തി, ആ ശക്തിയുടെ കീഴിൽ ധാരാളം ദുഷ്ടദൂതന്മാർ, ഭൂതശക്തികൾ ഒരു സഭയെ, ദൈവമക്കളെ, കുടുംബങ്ങളെ ഉഴപ്പാൻ, നിരാശയിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ യുദ്ധക്കളത്തിലാണ് ദൈവസഭയും വിശുദ്ധന്മാരും നിൽക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാതെ നമ്മൾ ഇത് അനുദിനം അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അല്ലാതെ ഇത് 7-ാം മാസത്തിലോ 8-ാം മാസത്തിലോ കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിലോ തീയതിയല്ല. എവറി ഡേ, ഈച്ച് മിനിറ്റ് ആത്മീയ യുദ്ധമുണ്ട്. നമുക്ക് പോരാട്ടം ഉണ്ട്. ഉള്ളത് ജഡരക്തങ്ങളോട് അല്ല. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ട ആത്മസേന. അവ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ പൗലോസിന് മനസ്സിലായി, തന്റെ വ്യക്തിപരമായ പ്രാർത്ഥന കൊണ്ട് മാത്രം പോരാ, എന്നെ ബാക്ക് ചെയ്യുവാൻ കർത്താവിന്റെ ആത്മീക ശരീരമാകുന്ന സഭ, അവരുടെ ആത്മീക ആയുധമാകുന്ന പ്രാർത്ഥന പുറത്തു കൊണ്ടുവരണമെന്ന് തനിക്ക് ബോധ്യമായത് കൊണ്ടാണ് താൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, സഹോദരന്മാരെ, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ഞങ്ങൾ എന്ന ആ പ്രയോഗം വാസ്തവത്തിൽ അതൊരു എഡിറ്റോറിയൽ പ്ലൂറലാകാനാണ് സാധ്യത. എഴുത്തിൻ്റെ ആ ഒരു രീതിയിൽ അത് പ്ലൂറലായി. റിക്വസ്റ്റ് അത് വ്യക്തിപരമാണ്. പ്രൈസ് ദി ലോർഡ്. എത്രയോ ശക്തമായ ദൂതാണ് ദൈവത്തിൻ്റെ ആത്മാവിന്
ഈ തിരുവെഴുത്തിലൂടെ നമ്മളോട് സംസാരിക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലയിടങ്ങളിലും അത് ഗൗരവത്തോടെ അല്ല ചെയ്യുന്നത്. നമ്മൾ ഒറ്റ വാക്കിൽ പാസ്റ്ററെ അനുഗ്രഹിക്കണേ, ആ സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സിനെ എല്ലാം അനുഗ്രഹിക്കണേ എന്നതിൽ കവിഞ്ഞ് ആത്മാവിൽ പൊരുതി പ്രാർത്ഥിക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ദൈവസഭയിലുണ്ടാകുന്നു. ഞാൻ 1-2 വാക്കിൽ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഉണർത്താൻ വേണ്ടി പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര പാസ്റ്റർമാരാണ് അപകട ആക്സിഡൻറ്റുകൾ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്? 1. 2, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര പാസ്റ്റേഴ്സ് ദർശനം വിട്ടുമാറിപ്പോകുന്നുണ്ട്? അവരെ ഇറങ്ങിത്തിരിക്കുന്നതെല്ലാം നല്ല ഉദ്ദേശത്തിലാണ് എല്ലാവരും ഇറങ്ങിത്തിരിക്കുന്നത്. അല്ലാതെ ജോലി ഉപേക്ഷിച്ച് ഒരു ബൈബിൾ കോളേജിൽ പോയി 3 വർഷവും 6 വർഷവും ഒക്കെ പഠിക്കുന്നത് ദർശനം ഇല്ലാഞ്ഞിട്ടല്ല, ദർശനത്തോടെയാണ്. പക്ഷേ പിൻകാലങ്ങളിൽ ഒന്നിൽ സാമ്പത്തികം അല്ലെ മറ്റു പല ഇടപാടുകൾ നിമിത്തം ആ ദർശനത്തിൽ നിന്ന് അവർ സൈഡ് ട്രാക്റ്റായി പോകുന്നു. 3, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അനേക ദൈവദാസന്മാർ ഇമ്മോറലായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സത്യം നടത്താൻ. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു ദൈവദാസന് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുമ്പോൾ ഉടനെ നമ്മൾ പറയും, കണ്ടോ അയാൾ വീണില്ലേ? ഇങ്ങനെയുള്ള പരിഹാസത്തിൻ്റെ ആ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഈ മനുഷ്യൻ എന്തുകൊണ്ട് വീണു? ഒരു പാസ്റ്ററിൻ്റെ വേദന അറിയുന്ന എത്ര പേരുണ്ട്? ഞാൻ പാസ്റ്റർമാർക്ക് വേണ്ടി ഒരു പാസ്റ്ററായി നിന്നുകൊണ്ട് പറയാം, ഒരു പാസ്റ്റർ ഒരു നോർമൽ മനുഷ്യൻ എന്നേ ഉള്ളൂ. ദൈവം അയാളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഒരു സഭയെ നയിക്കാനാണ്. പക്ഷെ അയാളൊരു അപ്പനാണ്, അയാളൊരു ഭർത്താവാണ്, അയാൾ സമൂഹത്തോടുള്ള കടപ്പാടുണ്ട്, ഒരുപാട് ഉത്തരവാദിത്വം അയക്കുമുണ്ട്. ടെംപ്റ്റേഷനുകളും ടെസ്റ്റുകളും എല്ലാം ഏത് വിശ്വാസിക്കുള്ളതുപോലെ തന്നെ ഈ ഭക്തന് നേരെ ഉണ്ട്. അതിനേക്കാൾ കാണും. ഇടയനെ വെട്ടിയാൽ ആട് ചിതറും. പക്ഷെ അത് മനസ്സിലാക്കി ദർശനത്തോടെ സഭകൾ ഈ ഭക്തന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ശത്രു എയ്യുന്ന പല അസ്ത്രങ്ങളെയും അയാൾക്ക് ജയിക്കാനും ദർശനത്തോടെ നിന്ന് ദൈവം തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൗത്യം വിജയപരമായിരിക്കുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തും. ഈ ക്ലാസ്സുകൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അനേകർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ദൈവം നമുക്ക് തരുന്നത്. സ്തോത്രം. നിങ്ങളെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ദർശനത്തിൽ നിൽക്കണം. അതിന് പാസ്റ്ററും പ്രാർത്ഥിക്കണം. പാസ്റ്റർ കൃപയിൽ നിൽക്കാൻ പാസ്റ്ററും ബന്ധപ്പെടണം. സഭയ്ക്കൊരു ഉത്തരവാദിത്വമുണ്ട്. യു ഹാവ് ടു പ്രേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സാമ്പത്തികമായി ഒന്നും കൊടുത്തില്ലെങ്കിലും പ്രാർത്ഥിക്കാമോ? അത് ഭയങ്കര വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒന്നുകൂടെ ആ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5:25 അവിടെയാണല്ലോ നമ്മൾ തുടങ്ങിയത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. E.M. ബൗൺസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, പ്രത്യേകിച്ച് താൻ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാനിവിടെ ഉദ്ധരിക്കാം. ദ പ്രീച്ചർ മസ്റ്റ് പ്രേ, ദ പ്രീച്ചർ മസ്റ്റ് ബി പ്രേഡ് ഫോർ. പ്രസംഗി പ്രാർത്ഥിക്കണം, പ്രസംഗിക്ക് പ്രാർത്ഥന ആവശ്യമാണ്. ഇത് രണ്ടും ആ വാക്യത്തിലുണ്ട്. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുന്നവനാണ്. അറ്റ് ദ സെയിം ടൈം സഭ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താൻ ആവശ്യപ്പെടുന്നു. ഇനി അവിടെ മാത്രമല്ല, അനേക ലേഖനങ്ങളിൽ താൻ ഈ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ഇതുവരെ പറഞ്ഞത് ക്രിസ്ത്യൻ ലീഡർഷിപ്പിന് പ്രാർത്ഥന ആവശ്യമാണ്. ഓക്കെ, നമുക്കത് മനസ്സിലായി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നേതാവൂടെ പ്രാർത്ഥിക്കണം.
എന്നിട്ടാണ് സഭ തന്നെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടത്. അടുത്ത വിഷയം ഇതാണ്, എന്ത് വേണ്ടിയാണ്, ഏത് കാരണത്തിന് വേണ്ടിയാണ് ഈ ലീഡറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പൗലോസിന്റെ മിനിസ്ട്രിയിലൂടെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാം. പൗലോസിന്റെ ചില ഉദ്ധരണികൾ ദൈവവചനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം വേഗത്തിൽ ഒന്ന് എടുക്കാമോ? 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യം ദയവായി വായിക്കണം. ഇത് വാസ്തവത്തിൽ കൊരിന്തിലിരിക്കുമ്പോൾ താൻ തെസ്സലോനിക്കക്കാർക്ക് ഇത് എഴുതുകയാണ്. കൊരിന്തിൽ താൻ ഇരിക്കുമ്പോൾ താനും കഷ്ടത അനുഭവിക്കുക. ഇത് എഴുതിയത് തെസ്സലോനിക്കക്കാർക്ക്, അവരും കഷ്ടതയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൗലോസ് അവർക്ക് എഴുതുകയാണ്. എന്നിട്ട് താൻ ആവശ്യപ്പെടുന്നത്, ആ പ്രാർത്ഥന റിക്വസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. 2 പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ വിഷയം എന്താണ്? 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ, അത് ശ്രദ്ധിച്ചോ, നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ, തെസ്സലോനിക്കക്കാരുടെ അടുക്കൽ ദൈവത്തിൻ്റെ വചനം എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും, അത്രയും വരെ മതി, മഹത്വപ്പെടുവാനും. അതാണോ? പ്രൈസ് ദി ലോർഡ്. സ്പ്രെഡ് റാപ്പിഡ്ലി, വേഗം വ്യാപിച്ച് മതി. അപ്പൊ ഒന്നാമത്തെ റിക്വസ്റ്റ് ഇതാണ്. താൻ കൊരിന്തിൽ ഇരിക്കുമ്പോൾ തെസ്സലോനിക്കയിലുള്ളവരോട് പ്രയർ റിക്വസ്റ്റ് പറയാണ്. നമ്മുടെ വിഷയം നമ്മൾ വിടരുത്. ക്രിസ്ത്യൻ ലീഡർഷിപ്പിന് പ്രാർത്ഥന ആവശ്യമാണ്. അവര് പ്രാർത്ഥിക്കണം, സഭ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യണം. ശരി, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒന്നാമത്തെ റിക്വസ്റ്റ്, വചനം റാപ്പിഡായി വ്യാപിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഇടയിൽ വചനം വ്യാപിച്ചതുപോലെ, അപ്പൊ തെസ്സലോനിക്കക്കാർക്ക് അത് പെട്ടെന്നറിയാം, യെസ്, ഞങ്ങളുടെ ഇടയിൽ ദൈവവചനം ശോഭിച്ചു, ദൈവവചനം പടർന്നു. അതുപോലെ പൗലോസും മറ്റിടങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പടരണം. ദൂതിനകത്തൊരു ദൂത് എന്നതുപോലെ ഞാൻ പറയാം, പൗലോസ് വേറെ ഒരു കാര്യമല്ല ആവശ്യപ്പെടുന്നത്, വേർഡ് പടരണം, വ്യാപിക്കണം. വേർഡ്, ദൈവത്തിന്റെ വചനം വ്യാപിക്കുമ്പോഴാണ് അത് ഓണേർഡ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ വചനം പടരുന്ന സമയത്ത് ആളുകളുടെ ഹൃദയം തുറന്ന് യേശുവിനെ രക്ഷിതാവായി അവർ സ്വീകരിക്കും. അതാ അവിടെ ദൈവത്തിന്റെ വചനം പടരുക. പടരുന്ന നിമിത്തം എന്ത് ചെയ്യും? അത് ഓണേർഡ് ആകും. മലയാളത്തിൽ എങ്ങനെ ഓണേർഡ്? മഹത്വപ്പെടും. ദൈവത്തിന്റെ വചനം വ്യാപിച്ച് അത് മഹത്വപ്പെടും. അതിനെ ഓണർ ചെയ്യും. ഓണർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴാണ് വചനത്തിന്റെ ശക്തി നമ്മൾ വെളിപ്പെട്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അതിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് ആ വചനത്തെ ഓണർ ചെയ്യുക. ഇതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവവചനത്തിന് മാത്രമേ ഒരാളെ കൺവിക്റ്റ് ചെയ്യാൻ, കൺവേർട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇന്ന് പല ചർച്ചുകളിൽ ദൈവവചനം പ്രസംഗിക്കാത്തതും, പല ക്രൂസൈഡുകളിൽ ദൈവവചനം പ്രസംഗിക്കാത്തതും, ദൈവവചനത്തിൻ്റെ ശക്തിയെ, ദൈവവചനം പ്രചരിപ്പിക്കാത്തതും, അതിൻ്റെ ദൈവവചനത്തിൻ്റെ ശക്തിയെ വളരെ ലളിതമായി ലാഘവമായൊക്കെ ചിന്തിക്കുന്നത് തന്നെ ശത്രുവിൻ്റെ ഒരു ആയുധമാണ്. വചനത്തിന് മാത്രമേ ആളുകളെ രൂപാന്തരപ്പെടുത്താൻ കഴിയൂ. അപ്പോൾ പോലീസ് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വചനം സ്പ്രെഡ് ചെയ്യത്തില്ല. വചനം സ്പ്രെഡ് ചെയ്ത് ഓരോ ഇടങ്ങളിൽ പൗലോസ് എന്ന് പ്രസംഗിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്നവരുടെ അകക്കണ്ണ് തുറക്കണം. പിശാച് മൂടുപടം ഇട്ടിരിക്കുക. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുക.
സഭ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വചനം ശക്തിയോടെ അവരുടെ അടുക്കൽ വരുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ച് അവരിതിനെ സ്വീകരിച്ച് ആളുകൾ രക്ഷിക്കപ്പെടും. അത് പൗലോസ് പറയുന്നത് എനിക്ക് മാത്രം ചെയ്യാനൊക്കത്തില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് ലീഡർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ദൈവവചനം സ്പ്രെഡ് ചെയ്യണം. വചനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ പ്രാർത്ഥനയിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാം. പ്രാർത്ഥനയിൽ ആ പോരിനെ അഴിച്ചു മാറ്റാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറയാം, കോയിപ്പുറം പഞ്ചായത്തിൽ ഒരു ഉണർവ് നടക്കുന്ന ദൈവവചനത്താലായിരിക്കും. പക്ഷേ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വീരന്മാർ ഈ സഭയിൽ എഴുന്നേൽക്കണം. നമ്മൾ കൺവെൻഷൻ നടത്തണം, പരസ്യവും നടത്തണം, ട്രാക്റ്റ് കൊടുക്കണം. അതിൻ്റെ കൂടെ ദൈവസഭ പ്രാർത്ഥിച്ചാൽ ഇറങ്ങിപ്പോയി പ്രചരിപ്പിക്കുന്ന ലീഡേഴ്സ് ഈസി ആയിട്ട് അവരുടെ വാക്കുകൾ ആളുകൾ റിസീവ് ചെയ്യും, അവർ കൺവേർട്ടഡ് ആകും. Praise the Lord. Finally, brothers, pray for us that the message of the Lord may spread rapidly and be honored. ഒട്ടും സാവധാനതയോടെയല്ല, റാപ്പിഡായി വചനം അത് സ്പ്രെഡ് ചെയ്യണം. വചനം സ്പ്രെഡ് ചെയ്യുന്നിടത്തെല്ലാം കൺവിക്ഷനും കൺവേർഷനും ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവർ സപ്പോർട്ട് ഉണ്ടോ, അത്ഭുതം നടക്കും. Praise the Lord. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. And pray that we may be delivered from wicked and evil men, for not everyone has faith. വല്ലാത്ത മനുഷ്യർ, wicked men, evil men. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് ഭയങ്കര ഗൗരവമുള്ളൊരു കാര്യമാണ്. വിശ്വാസമില്ലാത്ത ധാരാളം ആളുകളുണ്ട്. വചനവുമായി സ്പ്രെഡ് ചെയ്യാൻ എഴുന്നേൽക്കുന്ന കർത്തൃദാസന്മാർക്ക് തടസ്സമായി നിൽക്കുന്ന സുവിശേഷ വിരോധികൾ ഇന്നുമുണ്ട്. പൗലോസ് പറയാ, ദൈവസഭ പ്രാർത്ഥിച്ചാൽ ജയമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ദുഷ്ടന്മാരായ ആളുകളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. 2 റിക്വസ്റ്റുകളാണ് താൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് ലീഡർഷിപ്പ്, സഭയിലെ ലീഡർഷിപ്പിന് വേണ്ടി ഞങ്ങൾ എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ദൈവവചനം സ്പ്രെഡാകണം. വചനം പ്രസംഗിക്കുമ്പോൾ ആളുകൾ ഇത് കൈക്കൊള്ളണം. സഭകൾ സ്ഥാപിക്കപ്പെടണം. ദൈവത്തിൻ്റെ വചനം സ്പ്രെഡാകണം. 2, ദുഷ്ടന്മാരായ ആളുകളിൽ നിന്ന് പതിയിരിക്കുന്ന ആളുകളുണ്ട്. ദൈവം ഉപയോഗിക്കുന്ന ആളുകളെ അപായപ്പെടുത്തുവാനുള്ള ദുഷ്ടന്മാരുണ്ട്, വിശ്വാസമില്ലാത്തവർ, സുവിശേഷ വിരോധികളുണ്ട്. നമ്മുടെ പോരാട്ടം വാക്കത്തിയും വടിവാളും കൊണ്ടല്ല. പ്രയർ. പ്രൈസ് ദി ലോർഡ്. ഏത് ശത്രുവിനെയും, പിശാചിൻ്റെ കയ്യിൽ ആയുധമായിരിക്കുന്ന ഏതാളിനെയും തോൽപ്പിക്കാനുള്ളത് ആത്മീക ആയുധമാകുന്ന പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ആത്മീക പോരാട്ടം. ആത്മീക പോരാട്ടത്തിന് ജഡത്തിൻ്റെ ടൂൾസ് അല്ല. ആത്മീക പോരാട്ടത്തിന് ആത്മീക ആയുധമാണ് പ്രാർത്ഥന. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. അടുത്ത വാക്യം റോമാലേഖനം 15-ാം അധ്യായം 30, 31, 32 വാക്യം. എല്ലാവരും റോമാലേഖനം എടുക്കണം. റോമാലേഖനം, അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞ ഉടൻ റോമാലേഖനം, അതിൻ്റെ 15-ാമത്തെ അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. I urge you, brothers, by our Lord Jesus Christ and by the love of the Spirit, to join me in my struggle by praying to God for me. പോരാടണം എന്ന വാക്കാ. അവ പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. പ്രാർത്ഥന പോരാട്ടമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി, അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. നിങ്ങളുടെ കാര്യമല്ല, നിങ്ങൾ ദൈവ മുൻപാകെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ? എന്നോട് കൂടെ എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോ. അപ്പോ
ഒരു ലീഡറിന് വേണ്ടി ആത്മാവ് നിയോഗിച്ച ദൈവസഭയിലെ ഒരു അംഗം പ്രാർത്ഥിക്കുമ്പോൾ ആ ലീഡറിനൊപ്പം അയാൾ ശുശ്രൂഷിക്കുക. എന്നോടുകൂടി. ഇവിടെയുള്ള സഭ, നിങ്ങൾ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പൊതു സദസ് ഒരു മൈക്കിന്റെ മുൻപിൽ എന്നെ ആയിരിക്കും കാണുന്നത്. പക്ഷെ പ്രതിഫലം വീതിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ചിലപ്പോൾ നിങ്ങളിൽ പലരായിരിക്കും എന്നേക്കാൾ മുൻപന്തിയിൽ നിന്ന് പ്രതിഫലം ദൈവസന്നിധിയിൽ നിന്ന് മേടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും മൈക്കിന്റെ മുൻപിൽ നിന്ന് പ്രസംഗിച്ച അല്ലെ ആർക്കെങ്കിലും പ്രാർത്ഥിച്ചു രോഗശാന്തിയൊക്കെ വന്നു നമ്മൾ ആ ആളിനെയാണ് നമ്മൾ കാണുന്നത്. പൗലോസിന്റെ വാക്കുണ്ടോ, നിങ്ങൾ എന്നോടുകൂടി. അപ്പം ഒരു ലീഡറിന്റെ കൂടെ നമുക്ക് മിനിസ്റ്റർ ചെയ്യാൻ കഴിയും ഇഫ് വി പ്രേ. അപ്പൊ അതിന് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. I urge you, brothers, by our Lord Jesus Christ and by the love of the Spirit. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്താൽ മാത്രമേ അങ്ങനെ ഒരു നേതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കൂ. സ്നേഹമില്ലാതെ ഒരാൾക്ക് വേണ്ടിയോ അയാളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുമോ? സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിലുള്ള സ്നേഹത്താൽ, ആത്മാവ് തന്ന സ്നേഹത്തിലാണ് ഏതൊരു നേതാവിന് വേണ്ടിയും ക്രിസ്ത്യൻ ലീഡറിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് ഹിം ഇൻ ദ മിനിസ്ട്രി. നിങ്ങൾ ചിലപ്പോൾ ഗൾഫിൽ വന്ന് കാണില്ല, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ വന്ന് കാണില്ല, എങ്ങും വന്ന് കാണില്ല. അതൊക്കെ ശരിയാ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ആത്മാർത്ഥമായി ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ആത്മാവിൻ്റെ നടത്തിപ്പിൽ ആത്മനിറവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ചെല്ലുകയാണ്, യു ആർ മിനിസ്റ്ററിംഗ് വിത്ത് മീ, വി ജോയിൻ ആസ് പാർട്ട്നേഴ്സ്. ഇത് സഭയ്ക്കറിയാമെങ്കിൽ എത്രയോ പേര് ചൂടോടെ അവരെ നയിക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ആ വാക്കുകൾ എന്നെ വളരെ സ്വാധീനിച്ച വാക്കുകളാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. റോമിലുള്ള താൻ സ്ഥാപിച്ചിട്ടുള്ള സഭയല്ല റോമിലെ സഭ, പക്ഷെ അവരോട് പ്രാർത്ഥന താൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയാണ് എഴുതിയിരിക്കുന്നത്, ജോയിൻ മീ ഇൻ മൈ സ്ട്രഗിൾ. ഒന്ന് ജോയിൻ ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടുത്തത് സ്ട്രഗിളാണ് സുവിശേഷീകരണം. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈസി കാര്യമല്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ശത്രുവിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. അപ്പോൾ ഒരു ദൈവദാസന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പോരാട്ടത്തിൽ കർത്തൃഭൃത്യനോട് ചേർന്ന് ജയത്തിനായി ദൈവം ആഗ്രഹിക്കുന്ന കാര്യമായിട്ട് ജീവിതത്തിൽ നിറവേറാനായി വി ആർ ഫൈറ്റിംഗ്, സ്ട്രൈവ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് റസൽ ചെയ്യുക, ഗുസ്തിയിടുക. എതിരാളിയെ മലർത്തിയടിക്കുവാൻ വേണ്ടി ആത്മീയമായി പോരാട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് സിസ്റ്ററെ പ്രാർത്ഥിച്ചോണേ, ബ്രദറെ പ്രാർത്ഥിച്ചോണേ, അത് ഈ പറഞ്ഞോനും ഒന്നും ഉദ്ദേശിച്ചതല്ല. ഓക്കെ പ്രാർത്ഥിച്ചോളാം. ഈ കേട്ടോനും വലുതായിട്ട് ഉദ്ദേശിച്ചൊന്നുമല്ല. അത് ഈ നമ്മുടെ നാട്ട് ഒരു പ്രയോഗം എന്നേ ഉള്ളൂ. ഈ പ്രാർത്ഥനയൊന്നും ആ പ്രാർത്ഥനയല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസനെ ദൈവമാണ് വിളിച്ചത്. അയാൾ ചെയ്യുന്ന ശുശ്രൂഷ പരിശുദ്ധാത്മാവിലാണ്. ദൈവം അയാളെ ഏൽപ്പിച്ച മിനിസ്ട്രിയാണ് ആ ചെയ്യുന്നതെന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്ക് ബോധ്യമായി ആത്മാവിനാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൈവാത്മാവിൽ ആ വാഞ്ച ഉണ്ടായി അയാൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ആത്മിക യുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്ന പ്രാർത്ഥനയിൽ എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? ഒന്ന്, അവിശ്വാസികൾ യഹൂദിയയിലുള്ള കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം. റെസ്ക്യൂ ഫ്രം അൺബിലീവേഴ്സ്. സുവിശേഷ വിരോധികളായുള്ള ആളുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അപ്പൊ അതിന് പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ പലയിടത്തും പല അക്രമങ്ങളൊക്കെ നടന്ന് പലരും മുറിവേൽക്കപ്പെടുന്നത്, പലരും മരിച്ചു പോകുന്നത്? അറിയില്ല. പക്ഷെ പൗലോസിന്റെ ഈ വാക്കുകൾ ഒരു ഇൻസൈറ്റ് തരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം.
അവിടെ അവിശ്വാസികളുണ്ട്, സുവിശേഷ വിരോധികളുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അടുത്തതെന്താ? പ്രസാദമായി തീരേണ്ടതിന്. അത് ശ്രദ്ധിക്കണം. താന് ധനശേഖരണം നടത്തി യെരുശലേമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. ആരയിൽ നിന്നാണെന്നറിയാമോ? ജാതീക സഭകളിൽ നിന്ന് കളക്ഷൻ എടുത്ത് ഓർത്തഡോക്സ് ജ്യൂസ്, യഹൂദന്മാർക്ക് വേണ്ടി കളക്ഷൻ കൊണ്ടുപോവുകയാണ്. നല്ല കാര്യം ചെയ്യാനാ ഉദ്ദേശം. പക്ഷേ ഇതാ ഓർത്തഡോക്സ് ജ്യൂസ് അറിയുമ്പോൾ ആഹാ, അപ്പോൾ ജാതികളുടെ സഹായമായിട്ട് വന്നു. ഞങ്ങളെ ആരാണ് ബ്രദറെ, ഞങ്ങളെക്കുറിച്ച് എന്താ ധരിച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അവരുടെ ഈഗോ അവിടെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലായ കർത്താവിൻ്റെ ദാസൻ പറയുക, ഞാൻ സർവീസ് ചെയ്യാൻ പോവുക, ശുശ്രൂഷിക്കാൻ പോവുക, നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ ശുശ്രൂഷ അവർ കൈക്കൊള്ളാൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാനിവിടെ നിന്ന് വലിയ വലിയ പ്രസംഗം പറയുന്നല്ലോ. ഇപ്പം നിങ്ങൾ എനിക്ക് മനസ്സിലുള്ളൂ കേൾക്കാൻ നിന്നുള്ള മട്ടിലിരുന്നാൽ എന്നോ പ്രസംഗിച്ചാലും എറിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പ്രസംഗമാകട്ടെ, പഠിപ്പിക്കലാകട്ടെ, ഇതുപോലുള്ള ധനശേഖരണമാകട്ടെ, ഏത് മിനിസ്ട്രി ആകട്ടെ, ഇത് സദസ്സ് ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ലീഡർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവരുടെ മിനിസ്ട്രി ഇഫക്റ്റീവ് ആകാൻ ജനം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൊന്നും കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. ദൈവം ഒരു പ്രവാചകനെ വിളിച്ചു, അല്ലെ ഇവാഞ്ചലിസ്റ്റിനെ വിളിച്ചു, അല്ലെ പാസ്റ്ററെ വിളിച്ചു, ഓക്കെ, ശക്തിയോടെ പ്രസംഗിക്കുന്നു. നമുക്കതിനകത്തൊരു നഷ്ടവുമില്ല. നമ്മളെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സഭ സ്ഥാപിക്കപ്പെടുന്നു, അല്ലെ സ്ഥാപിച്ച സഭ വളരുന്നു. ഇതൊക്കെ അയാൾക്ക് ലോകപരമായിട്ട് ചിലപ്പോൾ കയ്യടി കിട്ടിയെന്നിരിക്കും. എന്നാൽ നമ്മൾ അതിനകത്ത് ആത്മാർത്ഥതയോടെ ഭാഗവാക്കാകുമ്പോൾ, റെസൽ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം നമുക്കുള്ള ഓഹരി നിത്യതയിൽ വെച്ചിട്ടുണ്ട്. അത് തട്ടിക്കൊണ്ട് പോകാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അനേക ഇടത്ത് ദൈവത്തിന്റെ വചനം ശോഭിക്കാൻ കാരണം ആരൊക്കെയോ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും ഈ സഭ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പലരുണ്ട്. ഞാൻ കടന്നു പോകുന്ന പലയിടങ്ങളിലും വളരെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്നു. അത് പ്രസംഗത്തിന്റെ ക്വാളിറ്റി അല്ല. ഞാൻ പറഞ്ഞ ഭയങ്കര പ്രാസം, ഓ പിടിച്ചു നിർത്തി, ഓ എന്നോ പ്രാസമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് പ്രാസം പറയാൻ അറിയത്തില്ല. പക്ഷെ ജനം അത് കൈക്കൊള്ളാൻ കാര്യം, ആ ശുശ്രൂഷ ഇത് ദൈവത്താലാണെന്ന് അംഗീകരിച്ച് സ്വീകരിക്കാൻ കാരണം ആരോ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു, ശത്രു പ്രവർത്തിക്കാതെ വണ്ണം പഴുതുകളെ അടച്ചു. അതൊരു മിനിസ്ട്രിയാണ്. ഞാൻ ചിലപ്പോൾ നിങ്ങളെ അഭിനന്ദിച്ചില്ല എന്ന് വരാം. ആരൊക്കെ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയില്ല. മാനുഷികമായി ഞാൻ അഭിനന്ദിച്ചു എന്ന് നിങ്ങളെ അഭിനന്ദിച്ച് കാണുകയില്ല. പക്ഷെ അതുകൊണ്ട് പരാജയമല്ല മിനിസ്ട്രി. മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ മിനിസ്ട്രി വിശേഷാൽ നിങ്ങൾ അറിയണം, അത് ബിഹൈൻഡ് ദ കർട്ടന, ബിഹൈൻഡ് ദ സീന. അവർ ഒരിക്കലും പൊതു സദസ്സിൽ അംഗീകരിക്കപ്പെടില്ല. കാരണം അവരുടെ മിനിസ്ട്രി വളരെ ക്വയറ്റാണ്. അപൂർവം ചില മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ പൊതു സദസ്സ് അറിയത്തുള്ളൂ. അല്ലാത്തവർ അവർ ഇടിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ കാണും. കരമൊക്കെ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഇതൊന്നും ചിലപ്പോൾ ഒരു പൊതു സദസ്സിൽ അംഗീകാരമോ അപ്രിസിയേഷനോ ഒന്നും ചിലപ്പോൾ കിട്ടത്തില്ല. കാരണം പലരും ഇതൊന്നും അറിയത്തുപോലുമില്ല. പക്ഷെ എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ ധൈര്യപ്പെടുത്തി പറയാനുള്ളത്, കാണുന്ന ഒരുവനുണ്ട്, സകലതും എഴുതി വെച്ചേക്കുന്ന ഒരാളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയല്ലേ പൗലോസ് പറയുന്ന ആ വാക്യം ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും, ബാക്കി പറ, അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. എൻ്റെ ബലമായ വിശ്വാസം ആ ദിവസത്തിൽ അനേക മറഞ്ഞു കിടക്കുന്ന ആളുകൾ മുൻപന്തിയിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. അനേക പ്രസംഗങ്ങളെ, പ്രവാചകന്മാരെയൊക്കെ ഈ പുൾപിറ്റിൻ്റെ പിറകിൽ നിർത്തുന്നത് ആരാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന വീരന്മാരാ. പ്രസംഗരൊക്കെ കയ്യടി മേടിച്ചുകൊണ്ട് പോകും, മറ്റവർക്കൊന്നും കിട്ടില്ല.
പക്ഷേ അതെല്ലാം പൊതു അപ്ലോസ് ഒന്നുമില്ലാതെ അവരെ ഏൽപ്പിച്ച കൃപാവരം പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിഞ്ഞ് ലീഡേഴ്സിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ചർച്ചിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കൂടുതൽ ആളുകൾ രംഗത്ത് വരട്ടെ. കേരളത്തിലുള്ള സഭയിൽ ഈ ശുശ്രൂഷ വെളിപ്പെട്ട് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവിശ്വാസികളിൽ നിന്ന് എനിക്ക് വിടുതൽ ആവശ്യമാണ്. രണ്ട്, വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം പോരാടണം. ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യം. Pray also for me that whenever I open my mouth, words may be given me, so that I will fearlessly make known the mystery of the gospel. അത് 19-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. 20. For which I am an ambassador in chains. Pray that I may declare it fearlessly as I should. 2 തവണ ഫിയർലെസ്ലി എന്നൊരു പ്രയോഗം. ഭയം കൂടാതെ. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പ്രാഗൽഭ്യത്തോടെ എന്നൊരു പ്രയോഗം. ഇവിടെയും 2 റിക്വസ്റ്റ് ഉണ്ട്. അത് ഞാൻ പറയുന്നതിന് മുമ്പ് ശ്രദ്ധേയമായൊരു വിഷയം ഞാൻ പറയാം. പൗലോസ് ഇപ്പോൾ എവിടെ കിടക്കുകയാണെന്നറിയോ? കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ന്യായമായി കാരാഗ്രഹത്തിൽ കിടക്കുന്ന, ചങ്ങല ധരിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ എന്താണ് പ്രയർ റിക്വസ്റ്റ് അറിയിക്കേണ്ടത്? നമ്മളാണ് എന്തറിയിക്കും? ഇന്നത്തെ രീതിക്കൊക്കെ വളരെ വിപരീതമായിട്ടാണ്. പൗലോസിന്റെ ഈ പ്രയർ റിക്വസ്റ്റുകളിലോ പൗലോസ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ച പ്രാർത്ഥനകളിലോ ഒരൊറ്റ കാര്യം, മെറ്റീരിയൽ കാര്യങ്ങളില്ല. വണ്ടി വേണം, വസ്തു വേണം, വള്ളം വേണം, ഇതൊന്നുമല്ല വിഷയം. എല്ലാം ആത്മീക കാര്യങ്ങൾ. ദൈവരാജ്യ വ്യാപ്തി, കർത്താവ് മഹത്വം എടുക്കണം. ഇതാണ് തൻ്റെ മെയിൻ വിഷയം. താൻ സഭയെ പഠിപ്പിക്കുന്നതും അതാണ്, പ്രാർത്ഥന റിക്വസ്റ്റും അതാണ്. ഇന്നത്തെ വിസായ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ, വിസായ ഫ്ലൈറ്റ് കിട്ടാൻ പ്രത്യേകം പ്രാർത്ഥിക്കണേ. അവിടെ ചെന്ന് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, പേര് വെളിപ്പെടാൻ വേണ്ടി സിംഗപ്പൂരിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണേ. എന്ത് ചെയ്യും? എടാ, ദൈവം അവിടെ ചെല്ലുമ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പം അദ്ദേഹം അതെല്ലാം വേറെ തരത്തിലാണ് ഇതിൻ്റെ എല്ലാം കാൽക്കുലേഷൻ വരുന്നത്. കാരണം അവിടെ ചെന്ന് ആരുടെയും ഒരു പേര് പറഞ്ഞാൽ നമുക്കിത് ഡോളർ ആക്കാമെന്നാണ് ഈ മനുഷ്യരുടെ ഒക്കെ വിചാരം. ഓക്കെ, ദൈവദാസനെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവിടെ ചെന്ന് നിവർത്തിച്ച് സന്തോഷമായി മടങ്ങിയെത്തുവാൻ സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളാം. എനിക്ക് ഈ വിദേശത്തോടൊക്കെ പോകുന്ന പല പ്രയർ റിക്വസ്റ്റോടൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഈ പ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പ് ഒരു എന്താ അതിന് പറയുന്ന വാക്ക്, ഒരു വിടുതലല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല എന്നാ അതിൻ്റെ അർത്ഥം. ഈ പ്രാവശ്യത്തെ എൻ്റെ ട്രിപ്പ് ആദ്യം മീറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ദൈവം മാനിച്ചു ബ്രദറെ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ളത് കിട്ടി. മാനിച്ചില്ല, ഇതെല്ലാം കാശല. പൗലോസിന് ഇത് വിഷയമല്ല. കാരാഗ്രഹത്തിൽ കിടക്കുന്ന മനുഷ്യന് ബ്രദറെ അത്ഭുതകരമായി ഇതൊന്നും അല്ല വിഷയം. താൻ പറയുന്ന 2 റിക്വസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. തൻ്റെ ചങ്ങല അഴിയാനോ കെട്ടുപൊട്ടാനോ ഇതൊന്നുമല്ല. താൻ പറയുന്നത്, ഞാൻ വായ തുറക്കുമ്പോൾ വചനം എൻ്റെ വായിൽ എനിക്ക് കിട്ടണം. അതിൻ്റെ കാരണം, സോ ദാറ്റ് ഐ വിൽ ഫിയർലെസ്ലി മേക്ക് നോൺ ദ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ. അപ്പം സുവിശേഷത്തിൻ്റെ മർമ്മം എൻ്റെ അകത്തുണ്ട്, പക്ഷേ ഇതെനിക്കൊന്ന് പറയണം. അവൻ ഞാനൊരു സദസ്സിൽ നിന്ന് വായ തുറക്കുമ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കുകൾ എനിക്ക് കിട്ടണം, ഫ്ലോ ഉണ്ടാകണം. എൻ്റെ അകത്ത് ദൈവം പകർന്നു തന്നിരിക്കുന്ന ദർശനം, ആ ദൂത് സദസ്സിന് എനിക്ക് കൈമാറാനുള്ള കൃപ ലഭിക്കണം. വാക്കുകൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ല, സഭ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ദൈവം ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് ചങ്ങലയും പോത്തില്ലേ? ചങ്ങലയിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ശുശ്രൂഷയിൽ ഫോക്കസ് ചെയ്യുക. കർത്താവ്
കർത്താവിനെ എനിക്ക് ഉയർത്തണം, ഫോക്കസ് ചെയ്യുക. അതിനുവേണ്ടി സഭയോട് പറയാം, പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ റിക്വസ്റ്റ്, ഫോർ വിച്ച് ഐ ആം ആൻ അംബാസഡർ ഇൻ ചെയിൻസ്, പ്രേ ദാറ്റ് ഐ മേ ഡിക്ലെയർ ഇറ്റ് ഫിയർലെസ്ലി ആസ് ഐ ഷുഡ്. പ്രാഗൽഭ്യത്തോടെ എന്നുള്ളത് 2 തവണ, ഫിയർ ഇല്ലാതെ, പേടിയില്ലാതെ. അർത്ഥം ഞാൻ പറയാം. ഏത് ഭക്തനാണെങ്കിലും ഹൃദയത്തിൽ നിരാശയോ മടുപ്പോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കാരാഗ്രഹത്തിൽ കിടക്കുക, ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. താൻ പറയാ, പ്രാർത്ഥിക്കണം. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇനി യുവമാരെ ഒന്ന് സുഖിപ്പിച്ചുള്ള ഒരു കാര്യം പറയാനല്ല, സുവിശേഷത്തിൻ്റെ മർമ്മം എൻ്റെ അകത്തുണ്ട്. പ്രാഗൽഭ്യത്തോടെ, മുഖം നോക്കാതെ എനിക്ക് മിനിസ്റ്റർ ചെയ്യണം. അതിന് എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എത്രയെത്ര ആളുകൾ വീര്യത്തോടെ നിന്നവരെ മടുപ്പിച്ച് അവർ കോംപ്രമൈസ് ചെയ്തെന്നറിയാമോ? ഒരു കാലഘട്ടത്തിൽ അതിനെ ആളുകൾ പറയുന്നവരൊക്കെ, പണ്ട് ഫയർ ആയിരുന്നു, ഇപ്പൊ ഫയർ ഇല്ല. ഈ ഫയർ എവിടെ പോയി? അതിന് പലരും ആശ്വസിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അത് ദൈവം എപ്പോഴും അങ്ങനെ ചെയ്യുന്നു, ഒരു കാലഘട്ടത്തിലേ ശോഭിക്കുള്ളൂ. ഞാൻ അതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നു. അത് തെറ്റാണ് പ്രസ്താവന. ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത് 4 മാസം ശോഭിക്കാനും 6 മാസം പിന്നെ ചൂരച്ചെടി കിടക്കാനൊന്നുമല്ല. നിങ്ങൾ യേശുവിനെ നോക്ക്. യേശുവിൻ്റെ മിനിസ്ട്രിയിൽ ഒരു കാലഘട്ടത്തിലും തീ പോയില്ല. പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു. പിതാവിൻ്റെ സമയത്ത് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അല്ലാതെ ഈ ഒരു കാലഘട്ടത്തിൽ ദൂത് ഷാർപ്പായിരുന്നു, പിന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം അത്ര ഷാർപ്പല്ല. അതിൻ്റെ പച്ച മലയാളം പറഞ്ഞാൽ കൃപയിൽ നിന്ന് അല്പം വീണു. അതിൻ്റെ ഒരു കാരണം, ഒരു പക്ഷെങ്കിൽ പ്രാർത്ഥിക്കാത്ത ജനം, പ്രാർത്ഥിക്കുന്ന ജനം ഇല്ലാത്തത് കൊണ്ടാവാം. പൗലോസ് പറയാ, ഞാൻ കാരാഗ്രഹത്തിലാണ്. അതൊന്നും വിടുതലിന് വേണ്ടിയൊന്നുമല്ല ഞാൻ പറയുന്നത് 2 കാര്യമാണ്. ഒന്ന്, ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ മർമ്മം എനിക്ക് പറയാൻ വാക്കുകൾ വേണം. 2, ഫിയർലെസ്സായി എനിക്ക് കാര്യം പറയണം. ഇവരിനി എന്നെ പൂട്ടുമെന്നോ ഇവരെന്നെ തട്ടിക്കളയുമെന്നോ ഒരു ഭയവുമില്ലാതെ പ്രാഗൽഭ്യത്തോടെ എനിക്ക് ദൈവത്തിൻ്റെ വചനം പറയാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കോംപ്രമൈസ് ചെയ്യുന്ന ലീഡർഷിപ്പിനോട് എനിക്കൊരു ദൂതുണ്ട്. പ്രാർത്ഥിക്കാൻ ജനമുണ്ടെങ്കിൽ അകത്ത് നിന്ന് ഭയം മാറിപ്പോവും. എന്തുകൊണ്ടാണ് പെന്തക്കോസ്റ്റിലെ നേതൃത്വങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത്? പണമുള്ളവനെ കാണുമ്പോൾ ഒരു ദൂത്, പണം ഇല്ലാത്തവനെ കാണുമ്പോൾ വേറെ ദൂത്. എല്ലായിടത്തും ഡയല്യൂട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. ദേ ഫിയർ, ഭയമകത്താ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫിയർലെസ്സായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ, മുഖം നോക്കാതെ പ്രസംഗിക്കുവാൻ സഭ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം എടുത്താട്ടെ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യം. 1, വാതിലുകൾ തുറക്കുവാൻ വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി വാതിൽ തുറക്കണം. അനേക ക്രിസ്ത്യൻ ലീഡേഴ്സിന് വേണ്ടി വാതിൽ തുറക്കണം. ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ദാസന്മാർക്ക് വേണ്ടി വാതിൽ തുറക്കണം. അവരുടെ അകത്ത് ടീച്ചിങ് ഉണ്ട്, അവരുടെ അകത്ത് മർമ്മത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വാതിൽ തുറക്കാതെ ഇത് പറയാനൊക്കത്തില്ല. ഇത് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ വാതിൽ ദൈവം തുറക്കണം. എന്നിട്ട് 4-ാം വാക്യം, pray that I may proclaim it clearly as I should. ചിലർ പ്രസംഗിച്ചാൽ ഇതെന്താണെന്നൊന്നും നമുക്ക് തിരിയത്തോലുമില്ല. എല്ലാവരും കൈയൊക്കെ അടിക്കും, പക്ഷേ എന്തുവാ ഇദ്ദേഹം പറയാൻ ക്ലിയർ അല്ല. അപ്പൊ അതിനൊക്കെ പ്രാർത്ഥന ആവശ്യമാണ്. ആ മെസ്സേജ് ക്ലിയറായി അവർക്ക് ചെന്ന് തൻ്റെ അംഗത്ത് വെളിപ്പെട്ട ആ വിഷയം അവർക്കൂടെ മനസ്സിലാക്കണം. ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ. അതിന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ നിർത്താൻ പോകുക. വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ള ബന്ധത്തിലുണ്ട്. എങ്കിലും ഞാനിത് വളരെ ഷോർട്ടാക്കി ഇത് വളരെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നു. വിഷയം ഇതാണ്: ക്രിസ്ത്യൻ ലീഡേഴ്സ് നീഡ് പ്രയർ. അവര് പ്രാർത്ഥിക്കുന്നവരാകണം. നിങ്ങളുടെ പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളായിരിക്കണം.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശുശ്രൂഷ നടക്കത്തില്ല. ആ വ്യക്തി പ്രാർത്ഥിക്കണം. ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ പ്രാർത്ഥിക്കണം. പൗലോസ് ഇത്ര ഡൈനാമിക് മിനിസ്റ്റർ ആയിട്ട് ആ മനുഷ്യൻ പറയുക, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പൗലോസിന്റെ കൂട്ടൊന്നും മിനിസ്ട്രിയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ വലിയ മനുഷ്യൻ, 1-ാം നൂറ്റാണ്ടിലെ അതിശക്തനായ ലീഡർ താഴ്മയോടെ റിക്വസ്റ്റ് ചെയ്യുക, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ലീഡേഴ്സിന് പ്രാർത്ഥന ആവശ്യമല്ല, അത്യാവശ്യമാണ്. പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് അനേക ശത്രുവിന്റെ തീയസ്ത്രങ്ങളിൽ പല അഭിഷിക്തരും അറിയാതെ തളർന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. രാത്രി ഒരു തീരുമാനമെടുക്കണം. കോയിപ്പുറത്താണ് ഈ ചർച്ച്. കോയിപ്പുറത്ത് ലീഡേഴ്സ് ഉണ്ട്, ദൈവം ഉപയോഗിക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. ആ ലീഡേഴ്സിന് വേണ്ടി ഈ സഭ പ്രാർത്ഥിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്ന മിനിസ്ട്രിയാണ്. അവർ IPC ആയിക്കോട്ടെ, അസംബ്ലീസ് ഓഫ് ഗോഡ് ആയിക്കോട്ടെ, ഷാരോൺ ആയിക്കോട്ടെ, സ്വതന്ത്ര ചർച്ച ആയിക്കോട്ടെ, രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു അഭിഷക്തനാണോ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഈ ചർച്ച് പ്രാർത്ഥനയുടെ കരങ്ങളിൽ അവരെ വഹിക്കണം. പ്രൈസ് ദി ലോർഡ്. മോശ ഒരു ലീഡറാ. മോശ കയർത്തി പ്രാർത്ഥിച്ചു അമാലേക്ക് പരാജയപ്പെടാൻ, യോശുവ ജയിക്കാൻ. ഹൂരും അഹരോനും എന്താ ചെയ്തത്? കൈ താങ്ങി. ഞാൻ വിശ്വസിക്കുന്നത് they were partnering in prayer. അവിടെ കൈ താങ്ങിയ എങ്ങനെ? മോശ ഒരു കല്ലിന്റെ മുകളിൽ ഇരുത്തിക്കൊണ്ട് രണ്ടുപേരും കൂടെ, കാരണം മോശയുടെ കൈ എത്രയോ മണിക്കൂറുകൾ പിടിച്ചുകൊണ്ടിരിക്കുക. മോശ അമാനുഷിക ഒരു സ്റ്റേച്ചറുള്ള മനുഷ്യനാണെങ്കിൽ പോലും കൈകൾ തളർന്നു. കൈ താഴുമ്പോൾ യോശുവ യുദ്ധക്കളത്തിൽ തോൽക്കുക. കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കുക, യോശുവ ജയിക്കുക. ആ യുദ്ധം അക്ഷരീകമായിരുന്നു. നാം അനുഭവിക്കുന്ന ആത്മീക യുദ്ധത്തിനൊരു നിഴലാണ്. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാണ് റിമോട്ട് ഇരിക്കുന്നത്. പൊതുജനം കാണുന്നത് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന യോശുവയാ. പക്ഷേ പിമ്പിൽ, ബിഹൈൻഡ് ദ കർട്ടൻ, ശക്തിയോടെ ഇന്റർസീഡ് ചെയ്യുന്ന മോസസ് എന്ന ലീഡർ. പക്ഷെ അദ്ദേഹത്തിന്റെ കൈയും താഴോട്ട് വരാൻ പോകുമ്പോൾ അഹരോനും ഹൂരും കയറി അതിന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് യുവർ ലീഡർ ഇൻ പ്രയർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ ജയം ദൈവം അവർക്ക് വേണ്ടി കൊടുത്തു. ദൈവജനത്തോട് എനിക്ക് ഈ പ്രാർത്ഥനയുടെ ഈ ഒരു സെഷനിൽ, ഈ ടീച്ചിങ്ങിനോടുള്ള ബന്ധത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ചർച്ച അതിശക്തമായി മുന്നേറും. പ്രയർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ നാം മിനിസ്റ്റർ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ലോകവ്യാപകമായി വായിക്കുന്നിടത്ത് പലയിടങ്ങളിൽ ഞാൻ പോയി ഇങ്ങനെ ശുശ്രൂഷിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാമോ, എനിക്ക് തന്നെ അത് ചെയ്യാൻ കഴിയത്തില്ല. ദൂത് എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് വാക്കുകൾ മനസ്സിലാകുന്ന, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വാക്കുകൾ അഭിഷേകത്തിൽ കുതിർന്ന് എൻ്റെ നാവിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ I want your prayers. അപകടങ്ങൾ, ആപത്ത് കൂടാതെ ഞാൻ കിലോമീറ്ററുകൾ, എത്ര കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്റർ ഞാൻ സഞ്ചരിക്കുക. I need your prayer. Praise the Lord. Hallelujah. അനേക ഇടങ്ങളിൽ സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ, അനേകരെ രക്ഷിക്കപ്പെടുവാൻ, അനേകർ പത്യ ഉപദേശത്തിലേക്ക് മടങ്ങി വരുവാൻ, പെന്തക്കോസ്തൽ റിവൈവൽ ഉണ്ടാകുവാൻ, ഇരുട്ട് വ്യാപരിക്കുന്ന ഇടങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വെളിച്ചമായി അവിടെ ചെല്ലുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.